ഈ വീഡിയോയിൽ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് എങ്ങനെയാണ് ഡിപെൻഡന്റ് ബ്രാഞ്ചസ് അവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, dependent branches എന്താന്ന് നമുക്കറിയാം. Dependent branches are those branches which do not maintain full system of accounting, and these branches depend solely on the head office for all their requirements, that is for goods and expenses. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഡിപെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും അത് ഹെഡ് ഓഫീസിന് റിപ്പോർട്ട് ചെയ്യുക. ഹെഡ് ഓഫീസ് ആയിരിക്കും ബ്രാഞ്ചിന് വേണ്ടി ഓരോ പെർട്ടിക്കുലർ ബ്രാഞ്ചസിന് വേണ്ടിയും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹെഡ് ഓഫീസിന് ഡിപെൻഡന്റ് ബ്രാഞ്ചസിന് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഡെറ്റർ സിസ്റ്റം. So debtor system is a system of ascertaining the profit made by a head office at a branch by preparing an account known as branch account. അതായത് ഒരു ഹെഡ് ഓഫീസിന്റെ കീഴിൽ 3-4-5 ബ്രാഞ്ചസ് കാണും. അതിൽ ഓരോ ബ്രാഞ്ചിന്റെയും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ബ്രാഞ്ചിന്റെ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വൺ ഇസ് ബ്രാഞ്ച് അക്കൗണ്ട് ആൻഡ് ദി അതർ വൺ ഇസ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടും ആണ് ഡിപെൻഡന്റ് ബ്രാഞ്ചസ് ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് അക്കൗണ്ട്സ്. ഓക്കെ, ഈ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് മാത്രമാണ്. ഇൻ വിച്ച് ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ്. നമ്മൾ പലപ്പോഴും നോമിനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ? ആ സെയിം ഫോമാറ്റിൽ തന്നെയാണ് ബ്രാഞ്ച് അക്കൗണ്ടും. We need to debit all expenses and credit all incomes. Then we need to compare the incomes with expenses, and the result will be either profit or loss. അതാണ് നമുക്ക് കിട്ടുന്ന നെറ്റ് റിസൾട്ട്. അപ്പൊ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഓരോ ബ്രാഞ്ചിന്റെയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. Okay, then that profit or loss need to be transfer to their general profit and loss account. Head office in general P&L account later ആ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ലോസിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലെറ്റ് സീ ദി ഫോമാറ്റ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. ഇവിടെ ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്, മധുരൈ ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ മധുരൈ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരായിരിക്കും? ഹെഡ് ഓഫീസ് ആയിരിക്കും. മധുരൈ ബ്രാഞ്ചിന് വേണ്ടി മധുരൈ ബ്രാഞ്ചിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും മധുരൈ ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ റിപ്പോർട്ട് ചെയ്യും. അതനുസരിച്ച് ഹെഡ് ഓഫീസിൽ അക്കൗണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് മധുരൈ ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ഇതുപോലെ ഹെഡ് ഓഫീസിന് കൊച്ചിയിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ they need to prepare കൊച്ചി ബ്രാഞ്ച് അക്കൗണ്ട്. if they have a branch in Bangalore then they need to prepare Bangalore ബ്രാഞ്ച് അക്കൗണ്ട്. ആ രീതിയിലായിരിക്കും. അങ്ങനെ ഓരോ ബ്രാഞ്ചിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടെത്തുക. ഓക്കെ, സോ ലെറ്റ്സ് സീ ദി ഫോമാറ്റ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. വേർ വി ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. ഡെബിറ്റ് സൈഡിൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസുകളെയും ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് വി നീഡ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതായത് ബ്രാഞ്ചിന് ഉള്ള എല്ലാ അസറ്റിനെയും ലയബിലിറ്റിനെയും ഓപ്പണിംഗ് ഡീൽ എന്തൊക്കെയുണ്ടോ അതിനെ ബ്രോഡ് ഡൗൺ ചെയ്യുക. അസറ്റിനെ ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ബാലൻസ് ബ്രോഡ് ഡൗൺ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബാലൻസ് ബ്രോഡ് ഡൗൺ. Here you need to record the opening value of all assets. അവിടെ എന്തൊക്കെ അസറ്റ് ഉണ്ടോ അതിന്റെ ഓപ്പണിംഗ് വാല്യൂ 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ സ്റ്റോക്ക് കാണാം, ഡെറ്റേഴ്സ്, ദെൻ പെറ്റി ക്യാഷ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഫർണിച്ചർ, ഫിക്സ്ചേഴ്സ്, അങ്ങനെ എന്തൊക്കെ അസറ്റ് ഉണ്ട് ഓപ്പണിംഗ് ഡേറ്റിൽ അത് 1 by 1 ആയിട്ട് ബാലൻസ് ബി ഡി എന്നും പറഞ്ഞ് എഴുതാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഓപ്പണിംഗ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡ്. ലയബിലിറ്റീസ് സാധാരണ ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? സോ വി നീഡ് ടു റൈറ്റ് ഇറ്റ് ഇൻ ദി ക്രെഡിറ്റ് സൈഡ്. ഓപ്പണിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ്, അതും ഇതുപോലെ ഏതൊക്കെ ഓപ്പണിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ് ആണോ ഉള്ളത് അത് 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്യുക. ചിലപ്പം ക്വസ്റ്റ്യനിലൊന്നും കാണില്ല, ഓപ്പണിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ് ഒന്നും കാണില്ല. അപ്പൊ നിങ്ങൾ ഒന്നും എഴുതണ്ട. ഉണ്ടെങ്കിൽ മാത്രം ലയബിലിറ്റീസിനെ ബ്രോഡ് ഡൗൺ ചെയ്യുക ക്രെഡിറ്റ് സൈഡിലേക്ക്. യൂഷ്വൽ ലയബിലിറ്റീസ് ആർ ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞാല് ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും മനസ്സിലായല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഓപ്പണിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ്. ഇനി ഇതുപോലെ തന്നെ ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റ് ഉള്ളിടത്ത് ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റിംഗ് ആണ്. ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റ് ഷുഡ് ബി റിട്ടേൺ ഇൻ ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റ് നമ്മൾ എഴുതേണ്ടത്. കുറച്ച് ലൈൻ ലീവ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്.
ഈ ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ലാസ്റ്റ് മറക്കാതെ എഴുതാൻ ശ്രമിച്ചാലും മതി. ഓക്കെ, ഞാൻ ഇപ്പൊ വെറുതെ ഒരു ഓർഡർ പറയുന്നേ ഉള്ളൂ ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. ഫസ്റ്റ് ബ്രോട്ട് ഡൗൺ ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ദെൻ carry down the closing value of assets and liabilities. അസറ്റിന്റെ ഓപ്പണിംഗ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്, ക്ലോസിംഗ് എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ബാലൻസ് സി ഡി എന്നും പറഞ്ഞു ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റ്സ് 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്യുക. സ്റ്റോക്ക്, ഡെറ്റർ, പെറ്റി ക്യാഷ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഫർണിഷ് എക്സെട്ര എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം എഴുതുക. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് ക്ലോസിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ്. അത് എവിടെ വരും? ക്ലോസിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ് ഡെബിറ്റ് സൈഡിൽ വരണം, കാരണം ഓപ്പണിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റി നമ്മൾ ക്രെഡിറ്റ് സൈഡിലല്ലേ എഴുതിയത്. അപ്പൊ ക്ലോസിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റി വിൽ അപ്പിയർ ഇൻ ഡെബിറ്റ് സൈഡ്. അവിടെ ബാലൻസ് സി ഡി കുറച്ച് ലൈൻ ലീവ് ചെയ്തിട്ട് എഴുതണേ. ബാലൻസ് സി ഡി ക്ലോസിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റി, ദാറ്റ് ഇസ് ദി ഫോർത്ത് സ്റ്റെപ്പ്. അവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ എഴുതുക. ലയബിലിറ്റീസ് ഒന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസാക്ഷൻ സ്കിപ്പ് ചെയ്യാം. ഇല്ലാത്ത ഡേറ്റ നമുക്ക് ഇവിടെ ഫിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, brought down opening value of assets and liabilities, then carry down closing value of assets and liabilities. പിന്നീട് ബാക്കി വരുന്ന ട്രാൻസാക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുത്തുവിടും. എങ്കിലല്ലേ ബ്രാഞ്ചിന് ഹെഡ് ഓഫീസിന് വേണ്ടി ആ ഗുഡ്സ് വിൽക്കാൻ സാധിക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ്. ദാറ്റ് ഇസ് ദി ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ജേർണൽ എൻട്രി വരുന്നത് എങ്ങനെയായിരിക്കും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ദിസ് വിൽ ബി ദ ജേർണൽ എൻട്രി ഫോർ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബൈ ദി ഹെഡ് ഓഫീസ്. അപ്പൊ ഇത് ഈ അക്കൗണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് അല്ല അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ബ്രാഞ്ചിന് വേണ്ടി. സോ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇത് എന്തിനു വേണ്ടിയാണ്? ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് കൊടുക്കുവാണ്. ഹെഡ് ഓഫീസിന് വേണ്ടി ബ്രാഞ്ച് ഈ ഗുഡ്സ് വിറ്റു കൊടുക്കാൻ വേണ്ടി ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഈ ഗുഡ്സ് എപ്പോഴും നിങ്ങൾ ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഈ ഗുഡ്സ് എഴുതുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. അത് മറന്നുപോയേ ചെയ്യരുത്. That as per debtor system, goods sent to branch will always be recorded at cost price. അതിനകത്ത് പ്രോഫിറ്റ് ഒന്നും ഇൻക്ലൂഡ് ആയിരിക്കില്ല, കോസ്റ്റ് പ്രൈസിലായിരിക്കും. ഓക്കെ, അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഇനി അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് ആയിരിക്കും ബ്രാഞ്ചിന് വേണ്ടി ബ്രാഞ്ചിൽ ഉണ്ടാവുന്ന എല്ലാ എക്സ്പെൻസുകളെയും മീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നേരം നമ്മൾ ക്യാഷ് കൊടുത്തല്ല എക്സ്പെൻസ്. ഇപ്പൊ നമ്മൾ സാലറി കൊടുക്കുന്നു, ബ്രാഞ്ചിലെ സ്റ്റാഫിന് സാലറി കൊടുത്താൽ വാട്ട് വിൽ ബി ദ എൻട്രി? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതുപോലെ എൻട്രി എഴുതി പോകണം. ടു ക്യാഷ് അല്ലെങ്കിൽ ടു ബാങ്ക്. നമ്മുടെ കയ്യിൽ നിന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് പൈസ പോവല്ലേ, അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിലാണ് ഈ എക്സ്പെൻസുകളെല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ബ്രാഞ്ച് അക്കൗണ്ടിലാണ് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യേണ്ടത്. യു നീഡ് ടു റൈറ്റ് ഇറ്റ് ഇൻ ഡെബിറ്റ് സൈഡ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിന്റെ അടിയിൽ വേണം ഓരോ എക്സ്പെൻസുകളെയും ലിസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട്. അതായത് ബ്രാഞ്ചിന് വേണ്ടി ഹെഡ് ഓഫീസ് ചെലവാക്കുന്ന എക്സ്പെൻസ് ആണ്. റെന്റ് കൊടുക്കുന്നു, അഡ്വർടൈസിങ്, സാലറീസ്. പിന്നീട് വരുന്ന ഒരു ഐറ്റം ആണ് പെറ്റി എക്സ്പെൻസ്. അപ്പൊ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. പെറ്റി എക്സ്പെൻസ് ചിലപ്പോൾ ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ ആ ഫിഗർ തരില്ല. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് പെറ്റി ക്യാഷ് ബാലൻസും കാണും, ക്ലോസിംഗ് പെറ്റി ക്യാഷ് ബാലൻസും കാണും. ഓപ്പണിംഗ് പെറ്റി ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഇസ് ഗിവൻ ആസ് 500 ആൻഡ് ക്ലോസിംഗ് പെറ്റി ക്യാഷ് ബാലൻസ് ഇസ് ഗിവൻ ആസ് 300. അതിന്റെ മീനിങ് എന്താ? തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ 500 രൂപ ഉണ്ടായിരുന്നു, പക്ഷെ ക്ലോസിംഗ് ഡേറ്റ് ആയപ്പോൾ എത്രയേ ഉള്ളൂ? അത് 300 രൂപയേ ഉള്ളൂ. ദാറ്റ് മീൻസ് വി ഹാവ് എക്സ്പെൻഡഡ് 200 rupees. നമ്മൾ 200 രൂപ സ്പെൻഡ് ചെയ്തു എന്നാണ്. അതാണ് പെറ്റി എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. ദാറ്റ് ഇസ് 500 മൈനസ് 300, 200. അപ്പൊ അത് ഉണ്ടോ നോക്കിയിട്ട് എഴുതുക. അങ്ങനെ ഒരു എക്സ്പെൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണ്ട. ഓക്കെ, എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യുക. എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ വരുന്ന എൻട്രി അറിയാമല്ലോ, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പെൻസ്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബാങ്ക് എന്ന് എഴുതിയാൽ മതി. എക്സ്പെൻസുകൾ 1 by 1 ഇട്ട് എഴുതണ്ട. അപ്പോഴേ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ബാങ്ക് എന്ന് എഴുതിയാൽ മതിയാവും. ദാറ്റ് ഇസ് ദി സിക്സ്ത് സ്റ്റെപ്പ്. ഉണ്ടെങ്കിൽ എഴുതുക. ഇനി അടുത്തത് ക്രെഡിറ്റ് സൈഡിലോട്ട് പോവാം. ഡെബിറ്റ് സൈഡിൽ സാധാരണ ഇത്രയും എൻട്രീസ് ആണ് വരാറുള്ളത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഇപ്പൊ നമ്മൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് വിറ്റിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ബ്രാഞ്ച് ഈ ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിറ്റുകൊടുക്കാൻ വേണ്ടി. തിരിച്ച് വിൽക്കാൻ നേരം നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും അല്ലെ? ഈ ഗുഡ്സ് വിൽക്കാൻ നേരം വി വിൽ റിസീവ് ക്യാഷ്. ദാറ്റ് മീൻസ് ഹെഡ് ഓഫീസ് വിൽ റിസീവ് ക്യാഷ്. സോ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. അത് എങ്ങനെയൊക്കെ ആയിരിക്കും ക്യാഷ് കിട്ടുക? ക്യാഷ് സെയിൽസും ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സും. ക്യാഷ് സെയിൽ നടത്താം, ക്യാഷ് സെയിൽ വഴി നമുക്ക് പണം ലഭിക്കും. പിന്നീട് ഈ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവും. ആ ക്രെഡിറ്റ് സെയിൽസിൽ
ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടും. അപ്പൊ അത് പൈസ കിട്ടുന്ന മുറയ്ക്ക് നമ്മളിവിടെ ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് എന്ന് എഴുതും. ഓക്കെ, ഇപ്പൊ ബ്രാഞ്ച് അക്കൗണ്ടിൽ രണ്ട് പോസിബിലിറ്റി ആണ് ഹെഡ് ഓഫീസിന് ക്യാഷ് കിട്ടാനായിട്ട്. ഒന്ന് ത്രൂ ക്യാഷ് സെയിൽസ് ആൻഡ് ദി അതർ പോസിബിലിറ്റീസ് ത്രൂ ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ്. അപ്പൊ അതുണ്ടെങ്കിൽ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് എൻട്രി എന്ന് പറയുന്നത് സോ ക്യാഷ് റിസീറ്റ് ഫ്രം ബ്രാഞ്ച് എന്നുള്ളത് 7th സ്റ്റെപ്പ് എന്ന് എഴുതാം. ഓക്കെ, അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. That is cash received either through cash sale or from received from debtors or customers. Okay. പിന്നീട് അടുത്ത എൻട്രി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് നമ്മൾ ആദ്യം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് വിറ്റപ്പോൾ എവിടെ എഴുതി? ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ഇത്ര രൂപയുടെ ഗുഡ്സ് ഞങ്ങൾ ബ്രാഞ്ചിലേക്ക് വിറ്റിട്ടുണ്ടെന്ന് എഴുതി. ഈ ബ്രാഞ്ച് ഈ ഗുഡ്സ് റിസീവ് ചെയ്യും. റിസീവ് ചെയ്ത് കഴിഞ്ഞ് ഇത് വിൽക്കാനൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഒരു കുറച്ച് ഗുഡ്സ് അവർക്ക് ഡാമേജ്ഡ് ആയിട്ടോ ഡിഫക്റ്റീവ് ആയിട്ടോ ഒക്കെ തോന്നുമ്പോൾ അത് റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്താൽ നേരെ ഓപ്പോസിറ്റ് വരത്തില്ലേ എൻട്രി? ഇതിന് നേരെ ഓപ്പോസിറ്റ് എൻട്രി വിൽ ബി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. അപ്പൊ അത് എത്രയാണ് തിരിച്ച് അവർ റിട്ടേൺ ചെയ്ത ആ എമൗണ്ട് ഇവിടെ എഴുതണം. അതായത് ബ്രാഞ്ച് തിരികെ ഹെഡ് ഓഫീസിന് കൊടുത്തത്. ഫോർ എക്സാമ്പിൾ, ആദ്യം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് 50,000 രൂപയുടെ ഗുഡ്സ് കൊടുത്തു. അതില് 2,000 രൂപയുടെ ഗുഡ്സ് തിരിച്ച് ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ ഏൽപ്പിച്ചാൽ ഇങ്ങനെ വരും. അതിന്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 48,000 ഗുഡ്സ് ഹെഡ് ഓഫീസ് ആർക്ക് കൊടുത്തിട്ടുള്ളതെന്നാ മീനിങ്? ബ്രാഞ്ചിന്. അപ്പൊ അതങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ, റിട്ടേൺ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതുക ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സാധാരണ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാനുള്ള എൻട്രീസ്. പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ജസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ ബ്രാഞ്ച്. അപ്പൊ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസും ഉണ്ട്. അപ്പൊ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻകത്തിനെ എക്സ്പെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? Profit or loss. That is the profit or loss incurred by that, or profit made by that branch, or loss incurred by that branch. And that profit or loss should be transferred to general profit and loss account. Okay, ഇവിടാണ് ബാലൻസിങ് ഫിഗർ വരുന്നത്. അതായത് ഇൻകം സൈഡ് ആണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ എന്ത് എഴുതും? എക്സ്പെൻസ് സൈഡിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുക. ദാറ്റ് ഇസ് ബ്രാഞ്ച് പ്രോഫിറ്റ്. ദിസ് ഇസ് എ ബാലൻസിങ് ഫിഗർ. നേരെ മറിച്ച് എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ എന്ത് വരും? ലോസ് വരും. എക്സ്പെൻസ് കൂടി നിന്നാൽ ലോസ് വരും. ലോസ് ഷുഡ് ഓൾസോ ബി ട്രാൻസ്ഫർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ വി വിൽ ഗെറ്റ് either പ്രോഫിറ്റ് ഓർ ലോസ്. രണ്ടും കൂടെ കിട്ടില്ല, ഏതെങ്കിലും ഒരെണ്ണം. അപ്പൊ എൻട്രി വരുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആണെങ്കിൽ എൻട്രി വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ ജേർണൽ എൻട്രി മനസ്സിലാക്കി വെക്കുക, ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസെറ്റ് ലയബിലിറ്റി, ക്ലോസിംഗ് വാല്യൂ ഓഫ് അസെറ്റ് ലയബിലിറ്റി, അതിനൊന്നും ജേർണൽ എൻട്രി വേണ്ട. ബാക്കിയെല്ലാം ഇവിടെ പോസ്റ്റ് ചെയ്ത ട്രാൻസാക്ഷൻ നിങ്ങൾ ജേർണൽ എൻട്രി എഴുതണം. അതിൽ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് either ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആസ്പെക്ട് വിൽ ബി ബ്രാഞ്ച് അക്കൗണ്ട്. ആ രീതിയിൽ ജേർണൽ എൻട്രിയും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കും. അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ട് ഇത്രയേ ഉള്ളൂ. ഡിപെൻഡന്റ് ബ്രാഞ്ചസ് ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് ആണ് ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ they need to prepare, head office need to prepare a branch account, and it's a normal account where we need to debit all expenses and credit all incomes, and the resulting figure will be either profit or loss, which should be transferred to general profit and loss account. Okay, ഇതുപോലെ അവർ ഒരു അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യണം. മെയിനായിട്ട് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ 2 ട്രാൻസാക്ഷൻ വന്നിട്ടില്ലയോ? ഒരെണ്ണം ഡെബിറ്റ് സൈഡിലും വന്നിട്ടുണ്ട്, ഒരെണ്ണം ക്രെഡിറ്റ് സൈഡിലും വന്നിട്ടുണ്ട്. അതൊന്ന് റിട്ടേൺ ചെയ്തതാണ് ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നത്. ഏത് അക്കൗണ്ടിൽ നിന്നാണ് വന്ന? ബ്രാഞ്ച് അക്കൗണ്ടിൽ നിന്ന്. അപ്പൊ ആ കറസ്പോണ്ടിങ് എൻട്രി ആണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ പോകുന്നത്. അപ്പൊ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ബ്രാഞ്ച്. ഇവിടെ ഞാൻ അറിയാതെ ഗുഡ്സ് സെൻഡ് ടു എന്ന് എഴുതി. ഗുഡ്സ് സെൻഡ് ടു അല്ല, ജസ്റ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ 50,000 രൂപയുടെ ഗുഡ്സ് ആണ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തെങ്കിൽ 50,000 എഴുതുക. ഇവിടെ ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു എഴുതി ബ്രാഞ്ച് റിട്ടേൺസ് ആണ്. 2,000 ആണെങ്കിൽ റിട്ടേൺ ചെയ്ത് 2,000. ആൻഡ് ദ ഡിഫറൻസ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് ഓർ പർച്ചേസ് അക്കൗണ്ട്. എത്ര വരും? 50 മൈനസ് 2,000 ഇസ് 48,000. ഓക്കെ, ഈ രീതിയിലാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എഴുതേണ്ടത്. അപ്പൊ ഇതിനകത്ത് വരുന്ന എൻട്രി ബ്രാഞ്ച് എന്നാണ്. അതായത് ബ്രാഞ്ച് അക്കൗണ്ടിലെ കറസ്പോണ്ടിങ് എൻട്രി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. സപ്പോസ് ഇഫ് യു ഡോണ്ട് ഹാവ് എനി റിട്ടേൺ എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എൻട്രി വരില്ല. ഈ റിട്ടേൺ എൻട്രി ഇവിടെ വരില്ല.
എന്ത് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ് ഈ 50,000 ആണ്. രണ്ട് സൈഡും ടാലി ആയി പോകും. സോ ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ എങ്ങോട്ടേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ട്രേഡിംഗ് ഓർ പർച്ചേസ് അക്കൗണ്ടിലോട്ട്. ഓക്കെ. പിന്നീട് ഞാൻ ഒരു അക്കൗണ്ടും കൂടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ചിലപ്പോഴ് നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് എഴുതുന്ന സമയത്ത് ക്ലോസിംഗ് ഡെറ്ററിന്റെ ബാലൻസ് ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല. സോ യു നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് ഡെറ്റേഴ്സ്. ഈ ക്ലോസിംഗ് ഡെറ്റേഴ്സിന്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ വി നീഡ് ടു പ്രിപ്പയർ, തന്നിട്ടില്ലെങ്കിൽ മാത്രം മതി, വി നീഡ് ടു പ്രിപ്പയർ എ ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് ആസ് എ വർക്കിംഗ് നോട്ട്. ഒരു വർക്കിംഗ് ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യണം. ഡെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഇറ്റ്സ് എൻ അസെറ്റ്. സോ ബ്രാഞ്ച് ഡെറ്റ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് അക്കൗണ്ട് എന്നാണ് അതിന്റെ മീനിങ്? ഇറ്റ്സ് എൻ അസെറ്റ് അക്കൗണ്ട്. അസെറ്റ് ഓൾവേസ് ഹാവ് ഡെബിറ്റ് ബാലൻസ്. അതായത് അസെറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്, അസെറ്റ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ്. പിന്നീട് എപ്പോഴും പറഞ്ഞു തരാറുള്ളതാണ് അസെറ്റ് അക്കൗണ്ട്. ഇഫ് ഇറ്റ് ഇസ് എൻ എക്സിസ്റ്റിംഗ് ബിസിനസ്, അസെറ്റ് അക്കൗണ്ട് ഓൾവേസ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ്. ഇപ്പൊ ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ് എഴുതുക. പിന്നീട് ഇപ്പൊ നമുക്ക് ഒരു സപ്പോസ് വി ഹാവ് എ ബാലൻസ് ബി ഡി ഓഫ് ഓപ്പണിംഗ് ഡെറ്റ എമൗണ്ടിങ് ടു 10,000. ഇപ്പൊ 10,000 രൂപയുടെ ഡെറ്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. നമുക്ക് 10,000 രൂപ ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് മീനിങ്. ഇറ്റ് ഇസ് എൻ അസെറ്റ്. ഓക്കെ. പിന്നീട് ഡെറ്റേഴ്സ് കൂടുന്നു. എപ്പോഴാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ വരുന്നത്? വെനെവർ ദർ ഇസ് ക്രെഡിറ്റ് സെയിൽ. അപ്പൊ ക്രെഡിറ്റ് സെയിൽ സംഭവിക്കുമ്പോൾ ഡെറ്റർ കൂടുന്നു. സപ്പോസ് വി ഹാവ് എ ക്രെഡിറ്റ് സെയിൽ ഓഫ് 70,000. ഡെറ്റർ കൂടി എത്രയായി? 10,000 പ്ലസ് 70, 80,000 റുപ്പീസിന്റെ ഡെറ്റേഴ്സ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെറ്റേഴ്സിന് എപ്പോഴാണ് കുറവ് സംഭവിക്കുക? ഇപ്പൊ നമുക്ക് ടോട്ടൽ 80,000 രൂപയുടെ ഡെറ്റേഴ്സ് അല്ലേ, 10 പ്ലസ് 70. ഇനി ഇത് കുറയുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഡെറ്റേഴ്സ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പേയ്മെന്റ് തരും. പേയ്മെന്റ് തരുമ്പോഴത്തേക്കും ഡെറ്റേഴ്സ് കുറയും അല്ലേ? ക്യാഷ് റിസീറ്റ് ഫ്രം ഡെറ്റർ. ഇത് നമ്മൾ എവിടെ എഴുതാറുണ്ട്? ക്യാഷ് റിസീറ്റ് ഫ്രം ഡെറ്റർ ബ്രാഞ്ച് അക്കൗണ്ടിൽ എഴുതാറുണ്ട്. ക്യാഷ് കളക്റ്റഡ് ഫ്രം കസ്റ്റമർ അല്ലെങ്കിൽ ഡെറ്റർ എന്ന് പറഞ്ഞ് എഴുതില്ലയോ ബ്രാഞ്ച് അക്കൗണ്ട്? ആ സെയിം എൻട്രി തന്നെ വരുന്നത്. ക്യാഷ് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ ദേ ഗേവ് us 50,000. അപ്പൊ അതിന്റെ മീനിങ് എന്താ? 80,000-ല് 80,000 ആയിരുന്നു നമുക്ക് ടോട്ടൽ കിട്ടാനുള്ളത്. അതിൽ എത്ര രൂപ കിട്ടി? 50,000 കിട്ടി. ഇനി എത്രയുള്ളൂ? 30,000. പിന്നീട് വീണ്ടും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, ട്രാൻസാക്ഷൻ നടന്നാൽ ഡെറ്റേഴ്സ് കുറയാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ബാഡ് ഡെറ്റ്? കുറച്ച് പേര് പൈസ തരില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഡെറ്റേഴ്സ് കുറയില്ലയോ? പിന്നെ ചില കസ്റ്റമേഴ്സിന് നമ്മൾ അലവൻസ് കൊടുക്കും, അപ്പോഴും അവർ ആ പൈസ തരില്ല, അപ്പൊ വീണ്ടും ഡെറ്റേഴ്സ് കുറയും. പിന്നീട് നമ്മൾ അവർക്ക് പ്രോംപ്റ്റ് പേയ്മെന്റ് ഒക്കെ നടത്താൻ നേരം വി വിൽ അലൗ ദം ഡിസ്കൗണ്ട്, അപ്പോഴും ഡെറ്റേഴ്സ് കുറയും. പിന്നീട് ചില കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്യും, അവർക്ക് ഈ പ്രോഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞ്. പിന്നീട് അവർ നമുക്ക് പൈസ തരില്ലല്ലോ, അപ്പോഴും ഡെറ്റേഴ്സ് കുറയും. അങ്ങനെ എന്തെങ്കിലും ഡെറ്റേഴ്സിന് ഡിക്രീസ് ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഏത് സൈഡിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, ബിക്കോസ് ദാറ്റ് അസെറ്റ് കോൾഡ് ഡെറ്റർ വിൽ ഡിക്രീസ്. എന്നിട്ട് ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് വിൽ ബി ബാലൻസ് സി ഡി, ദാറ്റ് ഇസ് ദി ക്ലോസിംഗ് ഡെറ്റർ. ക്ലോസിംഗ് ഡെറ്റർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പിന്നീട് ബ്രാഞ്ച് അക്കൗണ്ടിൽ പോയിട്ട് ആ ഡെറ്റേഴ്സ് ഫില്ല് ചെയ്തെങ്കിലേ ബ്രാഞ്ച് അക്കൗണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഡെറ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പിന്നീട് ഡെറ്റർ അക്കൗണ്ട് ചില അപ്പം ക്യാഷ് റിസീവ്ഡ് തരത്തില്ല, ബാക്കിയെല്ലാം തരും. ബാലൻസ് ബി ഡിയും ക്രെഡിറ്റ് സെയിലും ബാലൻസ് സി ഡി എല്ലാം തരും. എന്ത് തരില്ല? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ എത്ര തരില്ല. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചിട്ട് ബാങ്ക്, അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ കണ്ടുപിടിച്ചിട്ട് അത് എവിടെ വരുന്നത്? ബ്രാഞ്ച് അക്കൗണ്ടിൽ അതാണ്ട് ബാങ്ക് എന്നും പറഞ്ഞ് ക്യാഷ് സെയിലിന്റെ അണ്ടറിൽ കിടക്കുന്നുണ്ട്. ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റർ, രണ്ടും സെയിം ആണ്. ഡെറ്റേഴ്സിന്റെ ക്യാഷ് ആയിട്ട് കിട്ടിയ തുക ഹെഡ് ഓഫീസിന്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന്റെ ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊസീജിയർ. സോ വി നീഡ് ടു പ്രിപ്പയർ ടു മെയിൻ അക്കൗണ്ട്, ദാറ്റ് ഇസ് branch account and goods sent to branch account. Branch account is a nominal account where we need to debit all expenses and credit all incomes, and the resulting figure will be branch profit or loss, and it should be transferred to general P&L account. ഇപ്പൊ ഇതാണ് പ്രൊസീജിയർ. ബ്രാഞ്ച് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും എന്ത് വെച്ചിട്ടായിരിക്കും? ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബി ഡി, ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസെറ്റ്. ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റി. പിന്നീട് closing value of asset should be written in the credit side of branch account, and closing value of liability should be entered in the debit side of the branch account. പിന്നീട് ബാക്കി വരുന്ന ട്രാൻസാക്ഷൻ ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് എഴുതാനുണ്ട്. പിന്നീട് ബ്രാഞ്ചിന് വേണ്ടി ഹെഡ് ഓഫീസ് ചെലവാക്കുന്ന എക്സ്പെൻസുകൾ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം. ഇതാണ് ഡെബിറ്റ് സൈഡിൽ. പിന്നീട് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ക്യാഷ് സെയിൽ വഴിയും പിന്നീട് ഡെറ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടും എല്ലാം
കിട്ടുന്നത് ബാങ്ക് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. പിന്നീട് എന്തെങ്കിലും റിട്ടേൺസ് നടന്നിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് തിരികെ ഹെഡ് ഓഫീസിന് ഗുഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് വരുന്ന ട്രാൻസാക്ഷൻ. എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുത്തു വിടുമല്ലോ, അതെപ്പോഴും കോസ്റ്റ് പ്രൈസിനായിരിക്കും. അതൊരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഫോർമാറ്റ് ഒക്കെ നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, താങ്ക് യു.